കോഴിക്കോട് കൊടുവള്ളിയിൽ SIക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. കൊടുവള്ളി നെടുമല പാർക്കിന് സമീപം ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മദ്യപാനം തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണമെന്ന് പ്രിൻസിപ്പൽ SI ജിയോ സദാനന്ദൻ 24-നോട് പറഞ്ഞു. പൊതുസ്ഥലം എന്ന് പറയുന്നില്ല, ഒരു പാറപ്പുറത്തായിട്ട് ഒരു 5ഓളം ചെറുപ്പക്കാർ വളഞ്ഞിരുന്ന് മദ്യപിക്കുന്നത് കാണുകയും അവരോട് ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് അവരെ നിർദ്ദേശിച്ചതിൽ അവർ എന്നോട് തട്ടിക്കയറുകയും അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവരുടെ പരിസരത്തുണ്ടായിരുന്ന ആ കുപ്പിയും ഗ്ലാസും ഞാൻ ഇങ്ങനെ കൈക്കലാക്കാൻ ശ്രമിച്ച് ഞാൻ എടുത്ത് മാറ്റാൻ ശ്രമിച്ചതിൽ അവരെന്നെ പിടിച്ച് തള്ളി ആ ഗ്ലാസ് എന്നോട് പിടിച്ച് വാങ്ങിക്കുകയും ബലാത്കാരമായ ഗ്ലാസ് പിടിച്ച് വാങ്ങിച്ച് ഗ്ലാസ് താഴെ പൊട്ടിക്കുകയും ഈ പൊട്ടിയ ഗ്ലാസ് കൊണ്ട് തന്നെ എന്നെ പല പ്രാവശ്യവും എന്നെ വീശുകയും എൻ്റെ കഴുത്തിന് നേരെ തന്നെ 2-3 പ്രാവശ്യം വീശി കിട്ടിയതാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് ചെയ്തു. രാഹുൽ, ഈ ദൃശ്യങ്ങളിലടക്കം ഉദ്യോഗസ്ഥൻ യൂണിഫോമിലാണ്, അതായത് പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ പരാക്രമണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, കൊടുവള്ളി നെടുമല പാർക്കിൽ ഒട്ടേറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി പരാതി കൊടുവള്ളി പോലീസിന് ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് ഇവ പരിശോധിക്കാനായി, ഇത് അന്വേഷിക്കാനായാണ് കൊടുവള്ളി SI ആയിട്ടുള്ള ജിയോ സദാനന്ദന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്നത്. ഈ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇവിടെയുള്ള ഒരു പാറയിലിരുന്ന് 5-ലധികം ആളുകൾ മദ്യപിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പോലീസും ഈ 5ഓളം പേരും നേരിട്ട് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ഈ വാക്കുതർക്കത്തിനൊടുവിലാണ് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് പൊട്ടിച്ച ശേഷം കൊടുവള്ളി SIക്ക് നേരെ വീശുന്നത്. ഇങ്ങനെയാണ് കൊടുവള്ളി SI ആയിട്ടുള്ള ജിയോ സദാനന്ദന്റെ കൈക്ക് പരിക്ക് ഏൽക്കുന്നത്. ഈ 5 പേരടങ്ങുന്ന സംഘം ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്നും കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിലൊരു സാങ്കേതിക പ്രശ്നമുള്ളത്, കൊടുവള്ളി പോലീസാണ് ഈ പ്രദേശത്തെത്തിയത്. പക്ഷേ ഇത് കുന്നമംഗലം പോലീസിന്റെ പരിധിയിലായിരുന്നു ഇവർ മദ്യപിക്കുന്നത്. അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ കൊടുവള്ളി പോലീസിന് അധികാരമില്ലായിരുന്നു. കുന്നമംഗലം പോലീസ് വരുന്നത് കാത്തിരിക്കുന്നതിനിടെയാണ് ഈ 5 പേരടങ്ങുന്ന സംഘം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടത്. കുന്നമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ ഈ 5 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SI നിലവിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. സുഹേൽ, ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ അതിർത്തിയൊക്കെ നോക്കണമോ എന്ന കാര്യം സംശയത്തിനിടയാക്കുന്നത് തന്നെയാണ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.